ഇന്നത്തെ താരം ഈ തൊടുത്തിരിക്കുന്ന ഓറഞ്ച് തന്നെയാട്ടോ. അതായത് ഓറഞ്ച് കേക്ക്. അപ്പോൾ ഈ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന ആരാന്നറിയോ? അതാണ് അതിലേറെ ഹൈലൈറ്റ്. ഇതാ നമ്മുടെ ഐശുട്ടി ട്ടോ. അവൾക്ക് എല്ലാ കേക്ക് ഞാൻ ഉണ്ടാക്കുമ്പോഴും അവൾക്ക് ഉണ്ടാക്കണം. എപ്പോൾ ഓർഡർ കേക്ക് വന്ന് ഞാൻ കേക്ക് ചെയ്യുമ്പോഴും പറയും, ഉമ്മച്ചി ഞാൻ ഉണ്ടാക്കാം, ഉമ്മച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവൾക്ക് കേക്ക് എന്നല്ല കേട്ടോ, ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും അവൾക്ക് ഹെൽപ്പ് ചെയ്യണം. കുഞ്ഞു കുട്ടികളാകുമ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. വലുതാവുമ്പോഴാന്ന് തോന്നുന്നു ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുറയണല്ലേ. എനിക്കറിയില്ല, നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ ഇതാ അവൾക്ക് തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ അവൾ പിഴിഞ്ഞെടുത്തു. ഇത് ഓർഡർ കേക്ക് അല്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കാണ്. അതായത് എൻ്റെ ഇളച്ചി, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ്, അവൾക്ക് വേണ്ടിയിട്ട് അവളെ മോം ടു ബി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ കേക്ക്. അതുകൊണ്ടാണ് ഐശുട്ടീനെ കൊണ്ട് ചെയ്യിച്ചത് കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടായിരിക്കും ഈ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുക്കൽ. നമ്മുടെ വീട്ടിലേക്കാവുമ്പോൾ ഇതിപ്പോൾ ഐശുട്ടി കുഞ്ഞു കുട്ടിയല്ലേ. പിന്നെ ഹെയർ നെറ്റൊക്കെ അവൾക്കൊരു ഭയങ്കര ആഗ്രഹമല്ലേ. അപ്പോൾ ഹെയർ നെറ്റൊക്കെ ഇട്ട് നല്ല ഷെഫ് ലുക്കിലൊക്കെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം ഇത് ഒരു കട്ട ഫ്ലോപ്പായ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. കൂടുതലും വീട്ടിലേക്കൊരു കേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പുതിയ ഫ്ലേവർ പരീക്ഷിക്കൽ. അപ്പോൾ ഇത് എൻ്റെ ലിസ്റ്റിലില്ലാത്തൊരു പുതിയ ഫ്ലേവറായിരുന്നു ഓറഞ്ച് കേക്ക്. നമ്മുടെ ചിക്കൂസ് ഡേ നോക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ചേച്ചി ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ചെയ്തപ്പോൾ അടിപൊളിയായില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലായിരുന്നു അവസ്ഥ. എനിക്ക് ആ ഫില്ലിങ്ങിൻ്റെ ലുക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ആ ഫില്ലിങ് കാണാൻ നല്ല രസമില്ലായിരുന്നോ? പക്ഷേ കട്ട ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓറഞ്ച് കുറച്ച് കഴിച്ചു പോയി. അതായത് ഓറഞ്ചിൻ്റെ ജസ്റ്റ് എടുക്കുമ്പോൾ വയറ്റ് പെട്ടതാവാം കഴിച്ചതിൻ്റെ കാരണം. അതുകൊണ്ടാവാം കേക്കിന് കുറച്ച് കയ്പ്പ് വന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും സത്യത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫൗണ്ടൻ ഷൂ ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഉള്ളതാണ് ടോപ്പർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നടത്തം. അങ്ങനെ നടന്ന് വെച്ച് എവിടെയെങ്കിലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഈ ടോപ്പർ എനിക്കൊന്ന് താഴെ വെച്ച് പരീക്ഷിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 1-2 ഫോട്ടോ ഇങ്ങനെ എടുത്ത് പിന്നെ ഒരെണ്ണം അതിൻ്റെ സ്റ്റിക്ക് പൊട്ടിച്ചിട്ട് കേക്കിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഫോട്ടോയും എങ്ങനെയുണ്ട്, അതുപോലെ നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.